നമ്മൾ ഈ ഒരു ലോകത്ത് ഏത് കാര്യം ചെയ്താലും അതിനെയൊക്കെ കളിയാക്കാൻ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ, തള്ളി പറയാൻ, പരിഹസിക്കാൻ കുറെ എണ്ണങ്ങൾ കാണാം. അത് ഇന്നലെയും അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയാണ്, നാളെ അങ്ങനെയാണ്. അതിന്റെയൊക്കെ പേരിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണം, നമ്മൾ നമ്മുടെ മോഹങ്ങൾ ഉപേക്ഷിക്കണം. എന്തിന്? ചില എക്സാമ്പിളുകൾ പറഞ്ഞാൽ, ഒരു പുസ്തകം എഴുതി പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ബുക്കിൽ 3-4 പേജിൽ ചിലതൊക്കെ എഴുതി. എന്നിട്ട് തൊട്ടടുത്തുള്ളൊരു സുഹൃത്തിന് വായിക്കാൻ കൊടുത്തപ്പോൾ അവനത് വായിക്കുന്നതിന് മുമ്പേ എന്നോട് പറയുക, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടാടാ, നീ ഒരു എഴുത്തുകാരനോ, ഈ സമൂഹത്തിന്റെയൊക്കെ ഒരു ഗതികേടെ, ഇതൊക്കെ ആരെങ്കിലുമൊക്കെ വായിക്കോടാ, വാങ്ങുവോടാ. അതോടെ നിർത്തി, അതോടെ എഴുത്തവിടെ നിർത്തി. പിന്നെ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം വെച്ചു. അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് പൈസ കണ്ടെത്തി. പക്ഷെ ആ ആഗ്രഹം ചിലരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറയുക, വെറുതെ പൈസ കൊണ്ട് കളയണോ, നീ ഇതൊക്കെ തുടങ്ങിയാൽ ഇത് വിജയിക്കുവോ, ഇതിന്റെയൊക്കെ ആവശ്യം സമൂഹത്തിനുണ്ടോ. അതോടെ നിർത്തി, അതോടെ ബിസിനസ്സും അവിടെ നിർത്തി. പിന്നീട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് മോഹം തോന്നി. 1-2 വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഇതിനെല്ലാം എന്നോടൊപ്പം കട്ടയ്ക്ക് കൂടെ നിന്ന ആ സുഹൃത്ത് 4 ആൾ കൂടി ചേർന്നെടുത്ത് എന്നെ കിട്ടിയപ്പോൾ അവർക്കൊപ്പം അവനും എന്നെ കളിയാക്കാൻ തുടങ്ങി. അതോടെ അതും അവിടെ നിർത്തി. ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് സമൂഹത്തിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന പല സെലിബ്രിറ്റികളും, അല്ല എല്ലാ സെലിബ്രിറ്റികളും ഇതൊന്നും നേരിടാതെയാണോ ഈ സ്ഥാനത്ത് എത്തപ്പെട്ടത്? അത് ഏത് ഫീൽഡ് എടുത്താലും. അപ്പൊ പിന്നെ നമുക്കിതൊക്കെ നേരിട്ടാൽ എന്താ?